അഡ്വക്കേറ്റ് ബി.ആർ.എം. ഷഫീർ, നിങ്ങളിപ്പോൾ മലയോര സമരയാത്രയുമായി രംഗത്തുണ്ട്. ഇന്നലെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം, ഇന്നാണ് സംസ്കാരം നടന്നത് രാധയുടെ. നമുക്കറിയാവുന്നതാണ്, ഇത്രയും ക്രൂരമായ, നിർഭാഗ്യകരമായ, നിസ്സഹായമായ, പാടില്ലാത്തത് എന്ന് മനുഷ്യരെല്ലാവരും വിചാരിക്കുന്ന ഒരു അക്രമത്തിനാണ് ആ സ്ത്രീക്ക് ഇരയാകേണ്ടി വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കടുവ കൊണ്ടുപോയി തിന്നതിൻ്റെ ബാക്കി സംസ്കരിച്ച ഒരു മനുഷ്യർ ഒരു വശത്ത് നിൽക്കുന്നു. വയനാട് മാത്രമല്ല അല്ലേ, നമ്മുടെ മലയോര മേഖലയാകെ ഈ ഭീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ശക്തമായ നടപടി വനം വകുപ്പിനോടും സർക്കാരിനോടും ജനം ആവശ്യപ്പെടുകയാണ്. എത്രമേൽ ഈ പറയുന്ന ഉത്തരവാദിത്ത ബോധം നമ്മുടെ സംവിധാനത്തിനുണ്ട് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. വയനാട്ടിലെ മാനന്തവാടിയിൽ രാധ എന്ന് പറയുന്ന സഹോദരിയെ അദ്ദേഹരുടെ ഭർത്താവ് പകുതി വഴിയിൽ കൊണ്ടുവന്നാക്കിയിട്ട് ജോലിക്ക് പോയതാണ്. പിന്നീട് കാണുന്നത് പകുതി കടുവ ഭക്ഷിച്ച മൃതശരീരമാണ്. ഇതൊരു പുതിയ സംഭവമല്ല. എത്ര മാത്രം ഭീകരാവസ്ഥയിലാണ് ആ സാധുക്കൾ, ആ മലയോര മേഖലയിലെ കർഷകരും പാവപ്പെട്ടവരും സാധാരണക്കാരും കഴിഞ്ഞു പോകുന്നത്. ഇവിടെ മന്ത്രിയുടെ പാട്ട് കേട്ടു. നീറോ ചക്രവർത്തി റോം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ചതുപോലെ ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യൻ നിന്ന് പാടുകയാണ്. പാടിക്കോളൂ. ഞങ്ങളുടെ കൺസേൺ എന്താണ്? ഇവിടുത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ 2011 മുതൽ 2025 വരെയുള്ള കണക്കെടുത്തപ്പോൾ കാട്ടാന ശല്യം കാരണം, കാട്ടാനയുടെ ഇത് കാരണം മരണമടഞ്ഞവരുടെ എണ്ണം 271. കടുവ കൊന്നവർ 11, കാട്ടുപോത്ത് കൊന്നവർ 9, പന്നി കുത്തിമറിച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചവർ 63. 2023 മുതൽ 2023 ജനുവരി മുതൽ ഇതുവരെയുള്ള കണക്കെടുത്തപ്പോൾ, ജനുവരി മാസം 12 മുതലുള്ള കണക്കെടുത്തപ്പോൾ 2 ഇൻസിഡൻ്റാണ് കടുവയുമായി ബന്ധപ്പെട്ട് വയനാട്ടിലുണ്ടായത്. കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞോന്നറിയില്ല. ഒയാസിസ് എന്ന് പറയപ്പെടുന്ന മദ്യ കമ്പനിയൊക്കെ ഇവിടെ കൊണ്ടുവരാനും ഇവിടുത്തെ കുടിവെള്ളം കൊടുക്കാനും ഒക്കെ കാണിക്കുന്ന ജാഗ്രതയും ആ കമ്പനിയെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി നിയമസഭയിൽ നടത്തുന്ന പൊറാട്ട് സംസാരങ്ങളും ധിക്കാരപരമായ ശരീരഭാഷയുമെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഈ പഞ്ചാരക്കൊഞ്ചിയിലെ കണക്കെടുത്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് വയനാടിലെ ലാൻഡ്സ്കേപ്പിൽ മാത്രം, അതൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തതാണ്. വയനാട്, ആറളം, കൊട്ടിയൂർ, കണ്ണൂർ ഉൾപ്പെടുന്ന ഈ 80 കുറച്ച് സെക്ടർ, ആ സെക്ടറുകളിൽ മാത്രം ഉള്ള കടുവകളുടെ എണ്ണം 84 കടുവയാണ്. ഒരു കടുവയ്ക്ക് ഒരു കൊല്ലത്തിൽ 75 മാനെങ്കിലും വേണം ഭക്ഷിക്കാൻ. 75 മാന് ഭക്ഷിച്ചിട്ട് അതിനൊരു ടെറിറ്ററി ഉണ്ട്. ഒരു ആൺകടുവ മറ്റൊരു ആൺകടുവയെ അടുപ്പിക്കത്തില്ല. നഖം കൊണ്ട് വാന്തി വെച്ച് ടെറിറ്ററി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത്രയേറെ കാടുണ്ടായിട്ടും കടുവകളുടെ എണ്ണം പെരുകിയപ്പോൾ അതിൻ്റെ ഡെൻസിറ്റിക്കനുസരിച്ച് അതിൻ്റെ സാമ്രാജ്യം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഭാഗമായി പുറന്തള്ളപ്പെടുകയാണ്. അപ്പോൾ ടെറിറ്ററി കിട്ടാത്ത കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഒരു ഭാഗത്ത് അങ്ങനെ, മറുഭാഗത്ത് കണക്ക് പ്രകാരം കടുവ നമ്മുടെ നാട്ടിൽ കുറയുന്നു എന്ന് വനംവകുപ്പ് കള്ളക്കണക്ക് പറയുമ്പോൾ 2006 46 കടുവയുണ്ടായിരുന്ന കേരളത്തിൽ 2018 190 ആണെങ്കിൽ 2022 213 കടുവയാണ്. 213 കടുവയെ താങ്ങാനുള്ള ശേഷി നമ്മുടെ കാടുകൾക്കില്ല. സ്വാഭാവികമായിട്ട് കടുവ ഇങ്ങോട്ടിറങ്ങും, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ അത് മാരകമായ പ്രഹരശേഷിയാകുമ്പോഴാണ് ഒരു സർക്കാർ ജാഗ്രത പാലിക്കേണ്ടത്. ഞാനൊരു കണക്ക് പറയാം. 2016 മുതൽ വന്യജീവി ആക്രമണത്തിൽ മാത്രം 1000-ഓളം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. 5000-ഓളം കന്നുകാലികളാണ്, ഒന്നും രണ്ടുമല്ല. മാധു ശ്രദ്ധിക്കേണ്ടത് 5000-ൽ പരം കന്നുകാലികളെയാണ് കടുവയും പുലിയും ഉൾപ്പെടെ പിടിച്ചുകൊണ്ടുപോയതായി വനം വകുപ്പിന് കൊടുത്ത പരാതികളുടെ കണക്ക്. കാർഷിക മേഖലയിലെ വിലയിടിവ്, നാണ്യവിളകളുടെ വിലയിടിവ്, കാലാവസ്ഥ പ്രതികൂലമാകുന്നതിൻ്റെ സാഹചര്യം, വിലക്കയറ്റം കൊണ്ട് ജനങ്ങളുടെ പൊറുതിമുട്ടൽ, ഈ സാഹചര്യത്തിൽ നിൽക്കുന്നവർക്കിടയിൽ ഈ കാട്ടുമൃഗത്തിൻ്റെ ശല്യം സഹിക്കവയ്യാതെ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ അതിനുവേണ്ടി ഒരു ചെറുവിലനക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. 2016 മുതൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ കണക്കെടുത്തത് പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റത് മുതലാണ്. 2016 മുതൽ 23 വരെ മാത്രം 69 കോടി രൂപയുടെ കൃഷിനാശം ഈ കേരളത്തിൽ ഈ വന്യജീവികൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇനി വന്യജീവി ആക്രമണം തടയാൻ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. 2018-19 6.28 കോടി രൂപയും 2021-24 3.8 കോടി രൂപയും ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ ബഡ്ജറ്റിൽ മാത്രം 48.85 കോടി, അഥവാ അതിൻ്റെ 48% വന്യജീവി ആക്രമണത്തിന് വേണ്ടി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പണം പോലും ഇതുവരെ ഈ സർക്കാർ, ഈ മന്ത്രി ചെലവഴിച്ചിട്ടില്ല.